നമസ്കാരം. ഗാസയിലെ ജനങ്ങളെ അവരുടെ പിറന്ന നാട്ടിൽ നിന്നും മാറ്റി മറ്റു രാജ്യങ്ങളിലേക്ക് മാറ്റിപ്പാർപ്പിക്കാൻ ഇസ്രായേൽ കാലങ്ങളായി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. 2023 ഒക്ടോബർ 7 ആക്രമണത്തിന് ശേഷം ഇസ്രായേൽ ഗാസയിൽ കനത്ത ആക്രമണമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. വംശഹത്യ തന്നെയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് പറയാം. മാത്രമല്ല, അത്രയും വരുന്ന 20 ലക്ഷത്തിലധികം വരുന്ന ഗാസക്കാരെ മറ്റു രാജ്യങ്ങളിലേക്ക് മാറ്റിപ്പാർപ്പിക്കാൻ അവർ നിരന്തരം ശ്രമിക്കുന്നുമുണ്ട്. പക്ഷേ അന്താരാഷ്ട്ര സമൂഹത്തിൻ്റെ സമ്മർദ്ദം മൂലം ഇസ്രായേലിന് ഒരടി മുന്നോട്ട് വെക്കാൻ കഴിഞ്ഞിരുന്നില്ല. പക്ഷേ ഇപ്പോൾ ഇസ്രായേൽ കൂടുതൽ ശക്തമായ നടപടികളിലേക്ക് കടന്നിരിക്കുകയാണെന്നാണ് തോന്നുന്നത്. ദക്ഷിണ സുഡാനിൽ വർഷങ്ങളായ ആഭ്യന്തര സംഘർഷവും അതുപോലെ കടുത്ത ദാരിദ്ര്യവും അനുഭവിക്കുകയാണ്. ആഭ്യന്തര സംഘർഷം രൂക്ഷമായത് മൂലം അവിടുത്തെ സർക്കാരിന് സാമ്പത്തിക സഹായങ്ങൾ അന്താരാഷ്ട്ര സമൂഹം നിരോധിച്ചു വച്ചിരിക്കുകയാണ്. ഇപ്പോൾ ദക്ഷിണ സുഡാനുമായി ചേർന്ന് ഇസ്രായേലിൻ്റെ രഹസ്യാന്വേഷണ വിഭാഗം നിരന്തരം ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഗാസയിലെ ജനങ്ങളെ ദക്ഷിണ സുഡാനിലേക്ക് മാറ്റിപ്പാർപ്പിക്കാൻ. നിലവിൽ 8 ലക്ഷത്തിലധികം ആളുകളെ ദക്ഷിണ സുഡാനിലേക്ക് മാറ്റിപ്പാർപ്പിക്കാനാണ് അവർ ആലോചിക്കുന്നത്. അതുവഴി അന്താരാഷ്ട്ര സമൂഹത്തിൻ്റെ സഹായം ദക്ഷിണ സുഡാനിൽ ലഭിക്കുമെന്നാണ്, പ്രത്യേകിച്ച് അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും ഒക്കെ സാമ്പത്തിക സഹായം ലഭിക്കുമെന്നാണ് അവർ പ്രതീക്ഷിക്കുന്നത്. കൂടാതെ ദക്ഷിണ സുഡാനിലെ മറ്റ് ആവശ്യങ്ങൾക്ക് ഗാസയിലെ ജനങ്ങളെ ഉപയോഗപ്പെടുത്താം എന്നുള്ള അവരുടെ രാഷ്ട്ര നിർമ്മാണ പ്രക്രിയകൾക്ക് ഗാസയിലെ ജനങ്ങളെ ഉപയോഗപ്പെടുത്താം എന്നുള്ള ചിന്തയും അവർക്കുണ്ട്. കഴിഞ്ഞ മാസം ഇസ്രായേൽ സന്ദർശിച്ച ദക്ഷിണ സുഡാൻ വിദേശകാര്യമന്ത്രി സെമയ കുംബയുമായി ചർച്ച നടത്തിയതിനു ശേഷം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു നടത്തിയ ഒരു പ്രസ്താവനയിൽ ഇങ്ങനെ പറയുന്നുണ്ട്: ഇസ്രായേൽ ഗാസയിലെ ജനങ്ങളെ മറ്റു രാജ്യങ്ങളിലേക്ക് മാറ്റിപ്പാർപ്പിക്കാൻ ആഗ്രഹിക്കുന്നുവെന്നും കൂടാതെ ഗാസയിലെ ജനങ്ങൾക്കൊരു ലക്ഷ്യസ്ഥാനം കണ്ടെത്താൻ താൻ ആഗ്രഹിക്കുന്നുവെന്നും അതിനുവേണ്ട ശ്രമങ്ങൾക്ക് പല രാജ്യങ്ങളുമായി താൻ ബന്ധപ്പെടുന്നുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. എന്നാൽ വാർത്തകൾ അടിസ്ഥാനരഹിതമാണെന്നാണ് ദക്ഷിണ സുഡാൻ പ്രസ്താവന നടത്തിയിട്ടുള്ളത്. നെതന്യാഹു പ്രതികരിച്ചിട്ടില്ല. ഇസ്രായേൽ വിദേശകാര്യ വകുപ്പും ഔദ്യോഗികമായി ഇതിനൊരു പ്രതികരണവും നടത്തിയിട്ടില്ല. പക്ഷേ ഫലസ്തീൻ അടക്കമുള്ള അറബ് ലീഗ് രാജ്യങ്ങൾ ശക്തമായി രംഗത്തെത്തിയിട്ടുണ്ട്. ഫലസ്തീനിലെ ജനങ്ങളെ മറ്റൊരു രാജ്യത്തേക്ക് മാറ്റിപ്പാർപ്പിക്കാനുള്ള നീക്കം നീചവും അത് അന്താരാഷ്ട്ര നിയമങ്ങൾക്ക് വിരുദ്ധവുമാണെന്ന് അവർ പ്രസ്താവനയിൽ വ്യക്തമാക്കി. നിർബന്ധിത പലായനം പക്ഷേ അന്താരാഷ്ട്ര നിയമവിരുദ്ധമാണ്. കൂടാതെ 1948 നടന്ന അറബ് ഇസ്രായേൽ യുദ്ധത്തിന് ശേഷം ലോകം കണ്ട വലിയ പലായനങ്ങളിൽ ഒന്നായ ജനലക്ഷങ്ങളുടെ പലായനങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച മിഡിൽ ഈസ്റ്റ് അത് വലിയ ദുരന്തമായി മാറുകയുണ്ടായിരുന്നു. അതുപോലെ ഒരു ദുരന്തമായി മാറാൻ ഈ ഗാസയിലെ ജനങ്ങളെ മാറ്റിപ്പാർപ്പിക്കുന്നതും കാരണമാകുമെന്ന് അന്താരാഷ്ട്ര വിദഗ്ധരും വിലയിരുത്തുന്നു. ഐക്യരാഷ്ട്രസഭയും അതുകൂടാതെ മറ്റുള്ള അന്താരാഷ്ട്ര സംഘടനകളും ഇത്തരമൊരു നീക്കത്തിന് ശക്തമായി അപലപിച്ച് രംഗത്തെത്തിയിട്ടുണ്ട്.